ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെ തുടരുകയാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രേയസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ MK ശശികുമാർ സാറാണ്. ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. MK ശശികുമാർ സർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്തേ. അപ്പോൾ ഇന്ന് സാറിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഈ ശ്രേയസ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. അല്ലെ? അതിന്റെ വിഷയം തന്നെ ആദ്യം അറിയാം. ആയിക്കോട്ടെ. അപ്പൊ സാർ പറഞ്ഞോളൂ. ശ്രേയസ് ഗ്രൂപ്പ് അതിനെ കുറിച്ച് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. തുടക്കം മുതൽ പറയാം. പിന്നെ ശ്രേയസ് എന്ന എൻ്റെ സ്ഥാപനം തുടങ്ങിയത് 2007 ഹൈദരാബാദിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ എറണാകുളത്ത് പൊന്നുരുന്നിയിലാണ് ശ്രേയസ് എന്ന എൻ്റെ സ്ഥാപനം ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്ക് നാട്ടിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അത് അവിടെ ക്ലോസ് ചെയ്ത് ഹൈദരാബാദിൽ തുടങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം അത് ഭാഗ്യമാണ്. അത് ഇപ്പോഴെന്റെ ഭാഗ്യമാണ്. അതെ, നിർഭാഗ്യം അത് ഭാഗ്യമായി മാറി. ഈ സ്ഥാപനം തുടങ്ങാനായിട്ട് എനിക്ക് പ്രചോദനം തന്നത് ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയൂ സർ. മിസ്റ്റർ രമേശ് ചൗധരി. സർ, ബിഗ് സല്യൂട്ട്. ഞാൻ അന്ന് ആ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു ഓഫർ ഒരു കമ്പനിയിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അത് എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല, അത്ര ഇഷ്ടമായി, പക്ഷെ നിനക്ക് ഞാൻ ശമ്പളം കൂട്ടി തരില്ല. അത് ഓക്കെ, കുഴപ്പമില്ല. ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ ശമ്പളം കൂട്ടാതെ. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ഓഫറാണ്, നീ ജോലി ചെയ്യേണ്ട ആളല്ല, നീ ബിസിനസ് ചെയ്യേണ്ട ആളാണ്. ഓക്കെ, യു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. ഓക്കെ, ശമ്പളക്കാരനായി നിൽക്കേണ്ട ആളല്ല, നീ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു അതെങ്ങനെ സാധിക്കും സർ? ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു, മറ്റൊരു ബിസിനസ് ചെയ്യണം, രണ്ടും കൂടി എങ്ങനെ സാധ്യമാകും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ജോലി ചെയ്യുക, പക്ഷെ നിന്റെ ബിസിനസ് നീ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ, ഞാൻ നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്റെ ബിസിനസ് പരമായിട്ടുള്ള എന്റെ മെന്റർ, മിസ്റ്റർ ഗോഡ് ഫാദർ രമേശ് ചൗധരി. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടുകൂടി ഞാൻ ബിസിനസ് തുടങ്ങി. 2014 വരെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുകയും എന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയും കൂടെ ചെയ്തിരുന്നു. 2014 ഞാൻ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ വരികയായിരുന്നു. അപ്പോൾ ശ്രേയസ് ഗ്രൂപ്പ് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ബേസിക്കലി ഞങ്ങൾ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിൽ വേണ്ട ട്രാൻസ്ഫോർമർ ഉണ്ടാക്കാനായിട്ടുള്ള കോപ്പർ വയർ, അലൂമിനിയം വയർ, റെക്ടാങ്കുലർ കണ്ടക്ടേഴ്സ്, പേപ്പർ കവേർഡ് കണ്ടക്ടേഴ്സ്, ഇതൊക്കെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റെബിലൈസർ മാനുഫാക്ചേഴ്സ്, ഇൻവെർട്ടർ മാനുഫാക്ചേഴ്സ്, ട്രാൻസ്ഫോർമർ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മാനുഫാക്ചേഴ്സ്. അങ്ങനെ വേരിയസ് പല ഫീൽഡിലും ഇതിൻ്റെ ഉപയോഗമുണ്ട്. പക്ഷെ ഞങ്ങൾ വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഇത് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. എല്ലാത്തിനും ഒരു ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ, കാരണം ഇതൊരു കടലാണ്. തീർച്ചയായും എത്ര വേണേലും സപ്ലൈ ചെയ്യാം. അപ്പൊ അതനുസരിച്ച് ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കൂടുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലിമിറ്റ് വെച്ച് കൊടുക്കുന്നത്. സാറിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പോഴും ഒരു സംശയം എന്താണ് മനസ്സിലാകാത്ത ആളുകളോട് ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് സാർ വേണമെങ്കിൽ പറയും. നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെബിലൈസർ ആണ് വി ഗാർഡ്. അതെ അല്ലെ? ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പ് സാറിന്റെ വി ഗാർഡ് എന്ന സ്റ്റെബിലൈസർ. പക്ഷെ അത് വർക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ സാർ.
ആ വി-ഗാർഡ് സ്റ്റെബിലൈസർ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ട്രാൻസ്ഫോർമർ അതിനകത്തുണ്ടാവും. അത് വൈൻഡ് ചെയ്യാനുള്ള കോപ്പർ വയർ, അലുമിനിയം വയർ, അങ്ങനെയൊക്കെയുള്ള ആ വയർ ഞങ്ങൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് രാംരത്ന വയർസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ആ കമ്പനി മാനുഫാക്ചർ ചെയ്ത് അവരുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് മറ്റുള്ള ഇൻഡസ്ട്രീസിന് ഞങ്ങൾ കൊടുക്കുകയാണ്. അതിൽ ഞങ്ങളുടെ പ്രധാന കസ്റ്റമറാണ് വി-ഗാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. എത്ര വർഷമായി സാർ അവർക്ക് കൊടുക്കാൻ തുടങ്ങി? ഞാൻ വി-ഗാർഡുമായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 25 വർഷത്തോളമായി. ആ ഒരു വിശ്വാസമാണ്, നമ്മുടെ തീർച്ചയായിട്ടും. പ്രോഡക്റ്റിലുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറയില്ല, എന്റെ ബിസിനസ്സിന് എനിക്ക് ഒരു മെന്റർ ശ്രീ രമേഷ് ചൗധരി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ കസ്റ്റമറിൽ എനിക്ക് നെടും തൂണായിട്ട് നിൽക്കുന്നത് വി-ഗാർഡ് തന്നെയാണ്. ഓക്കെ സാർ. അപ്പൊ നമ്മുടെ ഈ ശ്രേയസ് ഗ്രൂപ്പിൽ എത്ര സ്റ്റാഫുകളുണ്ട്? ഇപ്പൊ പ്രത്യക്ഷത്തിൽ എനിക്ക് 6 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. പിന്നെ പരോക്ഷമായിട്ട് തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ടും ഒക്കെ ചെയ്യാനായിട്ട് 4 പേര് വേറെ ഉണ്ട്. ഓക്കെ. അപ്പോൾ മൊത്തം 10 പേര് മതി. നമ്മുടെ ശ്രേയസ് ഗ്രൂപ്പ് ഇപ്പോൾ നിലവിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിലവിൽ വി-ഗാർഡ് അല്ലാതെ വേറെ ഏതൊക്കെ കമ്പനികൾക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ മറ്റ് ഗവൺമെന്റേതര ട്രാൻസ്ഫോർമർ മാനുഫാക്ചേഴ്സിനും അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് വേറെ മറ്റുള്ള പല ഇൻഡസ്ട്രീസിനും കൊടുക്കുന്നുണ്ട്. മെയിൻലി ട്രാൻസ്ഫോർമർ ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും എന്താണ് ശ്രേയസ് ഗ്രൂപ്പ്, എന്താണ് പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് നിൽക്കട്ടെ, നമുക്കൊന്ന് നാട്ടിലേക്ക് പോകണം. പോവല്ലോ. കുട്ടനാടം പുഞ്ചയിലെ ദിത്തൈതോ കൊച്ചു പെണ്ണെ കുയിലാളെ ദിത്തിത്താരോ കൊട്ടു വേണം കുരവ വേണം ഓ ദിത്തിത്താര കുട്ടനാട്ടുകാരനാ അല്ലേ? അതെ, ഗ്രാമീണ അതെ, കുട്ടനാട്ടുകാരനാണ് പറയുന്നത്, അഭിമാനാണ്. അതെ. ആ കുട്ടനാട് നിന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സാർ ഇങ്ങോട്ട് വന്നത്? ഞാന് ഹൈദരാബാദിൽ എത്തുന്നത് 1982. അത് എൻ്റെ ഒരു വിദ്യാഭ്യാസം പ്രമാണിച്ച് ഇവിടെ എത്തിയതാണ്. വേൾഡ് കപ്പ് കിട്ടിയത്, ക്രിക്കറ്റിന് വേൾഡ് കപ്പ് കിട്ടിയത് 1983 ഒരു വർഷം കഴിഞ്ഞപ്പോ സാർ ഇവിടെ എത്തിയതിനു ശേഷം ഞാനിവിടെ വന്നിട്ട് വേൾഡ് കപ്പ് എടുക്കാന്ന് വിചാരിച്ചു. അത് പറഞ്ഞാണല്ലേ സാറാണ് നിർദ്ദേശം കൊടുത്തത്. 1982 വന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ വിശേഷങ്ങൾ അറിയുമ്പോ എവിടെയാണ് സാറ് ജനിച്ചത്? തറവാട് കുട്ടനാടാന്നറിയാം. കുട്ടനാട്ടിൽ കൃത്യമായിട്ട് കുട്ടനാട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് തായങ്കരി എന്ന് പറയും. തായങ്കരി എടത്വ പഞ്ചായത്ത്, തായങ്കരി വില്ലേജ്. കേട്ടിട്ടുണ്ടാവും തായങ്കരി. തായങ്കരി എന്നൊക്കെ കേൾക്കാത്ത ആരാണ്? എന്താണ് പ്രത്യേകത പറയും? വള്ളംകളി. എന്താ പറയാ, കുട്ടനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണല്ലോ തായങ്കരി അല്ലേ? തായങ്കരി. പിന്നെ ഞങ്ങളുടെ ഒരു വള്ളമുണ്ട്, കേട്ടിട്ടുണ്ട്? അല്ല, വള്ളോ കുട്ടനാട്ടുകാർക്ക് വള്ളമില്ലാത്ത ആരാളെ? ചുണ്ടൻവള്ളം ഞങ്ങളുടെ നാടിന്റെ ഞങ്ങളുടെ നാടിന്റെ ചുണ്ടൻവള്ളമാണ് ജവഹർ തായങ്കരി. ജവഹർ തായങ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ട് കഴിഞ്ഞാല് അറിയില്ല എന്ന് പറയുന്നത് ആരാളെ? നെഹ്റു ട്രോഫി തുടങ്ങിയപ്പോ, അതായത് ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കാനായിട്ട് ആദ്യമായ ഒരു ചുണ്ടൻവള്ളത്തെ വന്ന് ആദ്യമായിട്ട് പ്രൈസ് മേടിച്ച വള്ളമാണ് ജവഹർ തായങ്കരി. ഇപ്പോഴും അല്ലെ? ആ നെഹ്റുജിയുടെ പേര് വെച്ചിട്ടാണ് ആ വള്ളം ഞങ്ങളുടെ നാട്ടുകാർ. അച്ഛന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് ഭാസ്കരൻ പിള്ള. അമ്മ രത്നമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇപ്പോൾ ഇല്ല. എന്ത് ചെയ്തിരുന്നു? കൃഷിയായിരുന്നു. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല, നെല്ല് അല്ലെ, ഏക്കർ കണക്കിന് കൃഷി. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയായിരുന്നു? തായങ്കരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ. അവിടെയാണ് എന്റെ പ്രൈമറി വിദ്യാഭ്യാസം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. പക്ഷെ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോളൂ. ഈ എഴുത്തുകളരി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എഴുത്തുകളരി. പിന്നെ ഈ ഇന്നത്തെ എന്താ പറയാ, ഈ KG വിദ്യാഭ്യാസം ഇല്ലേ, ലോവർ KG, UKG, എന്നൊക്കെ പറയില്ലേ? പണ്ട് കാലത്ത് ഈ LKG UKG ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഈ പള്ളിക്കൂടം, അതായത് എഴുത്തുകളരി എന്ന് പറയും. അതായത് നമ്മൾ പറയുന്നത് മലയാളത്തില് ഈ എന്നുള്ള മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന കളരിയുണ്ട്. ആദ്യത്തെ വിദ്യാഭ്യാസം അവിടെയാണ്. തീർച്ചയായിട്ടും അവിടെ പോയിരുന്നു അല്ലേ? അത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാം സ്വന്തമാക്കി വെച്ചേക്കാണ്. വള്ളം സ്വന്തം, പിന്നെ എഴുത്തുകാരി സ്വന്തം. എന്റെ അപ്പൂപ്പനാണ് നാട്ടിലെ ഒരു ആശാങ്കളരി നടത്തിക്കൊണ്ടിരുന്നത്. വീട്ടിൽ തന്നെ ഗുരുകുലം കൃഷ്ണപ്പണിക്കർ എന്ന് പറയും. അപ്പൊ അപ്പൂപ്പന്റെ അല്ല മുത്തശ്ശന്റെ അത് കഴിഞ്ഞ വിദ്യാഭ്യാസം
ആ അതിനുശേഷമാണ് നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞപ്പോ എന്റെ അമ്മയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും 3ാം ക്ലാസ്സിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും. 1-2 പേരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ അവർക്ക് സന്തോഷമായിക്കട്ടെ, നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലേ. കുറേ പേരെ പരിചയമുണ്ട്. ഇപ്പൊ അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. എല്ലാരും പല ജോലികളിലും പോയി. കുറച്ചുപേര് പേരൊക്കെ അറിയാൻ പറ്റും. ഒരു ജേക്കബ്, അങ്ങനെ ഹരികുമാർ, ശ്രീകുമാർ. ഇപ്പൊ ഹരി ഇപ്പൊ ഇല്ല, ശ്രീകുമാർ തൊട്ടടുത്ത വീട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം ആൾക്കാര്, സുരേഷ്. പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരല്ല സാർ, എന്റെ കാര്യമല്ല, ആവറേജ്, വലിയ ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് എല്ലാവരും പറയുന്നത് ഇതാണ്, വിദ്യാഭ്യാസത്തിൽ ആവറേജ് ആണ്. ആവറേജ്. പക്ഷെ ഈ ഒരു വിദ്യാഭ്യാസത്തിൽ ആവറേജ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല അങ്ങനെയൊന്നുമില്ല. ആ ഒരു ധാരണ മാറ്റിയേക്കാൻ പറഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വിദ്യാഭ്യാസത്തില് എല്ലായ്പ്പോഴും റാങ്ക് മേടിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ കുട്ടികളോടും പറയും, നിങ്ങൾക്ക് റാങ്ക് അല്ല ആവശ്യം, വിദ്യാഭ്യാസമാണ് ആവശ്യം. പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. അതുകൊണ്ട് ജീവിക്കാൻ അവസരം തീർച്ചയായിട്ടും കിട്ടും. അല്ലാതെ റാങ്ക് ഹോൾഡേഴ്സിന് മാത്രമേ ഇവിടെ ജീവിതമുള്ളൂ എന്നൊരു ധാരണ നാട്ടിലുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ 5, 6, 7 ഒക്കെ പഠിച്ചു. 10ാം ക്ലാസ്സും അവിടെ തന്നെയായിരുന്നു, എടത്വ സെന്റ് അലോഷ്യസ്. പിന്നെ കോളേജും അവിടെ തന്നെ, എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രീ ഡിഗ്രി വരെ പഠിച്ചത്. നമ്മൾ അടുത്ത കോളേജിലേക്ക് പ്രീ ഡിഗ്രി. അന്ന് ഞാൻ ആർട്സ് സബ്ജക്ട്. അപ്പൊ ഒരു 17 വയസ്സ് 18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും പ്രീ ഡിഗ്രി അല്ലേ? 17. അത് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു. അതിനുശേഷമാണ് എങ്ങനെങ്കിലും ഒരു എഞ്ചിനീയറിംഗിന് സംഘടിപ്പിക്കണമല്ലോ. AMI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് അസോസിയേറ്റഡ് മെമ്പർ ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ബിടെക്കിന്റെ ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ അത് പഠിക്കണമെന്ന് വെച്ചാൽ ചെന്നൈയിൽ വന്നാണ്. ചെന്നൈയിലാണ് ആദ്യം വന്നത്. എന്റെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു, ശ്രീ MK നാരായണക്കുറുപ്പ്. അങ്കിൾ. അപ്പോൾ അപ്പൊ എന്റെ ജീവിതത്തിന്റെ ഒരു വഴികാട്ടി MK നാരായണക്കുറുപ്പ് സാർ, ബിഗ് സല്യൂട്ട്. അദ്ദേഹത്തിന് ഒരു വഴി തിരിച്ചു വിട്ടതിന് ചെന്നൈയിലെത്തിയിട്ടുണ്ട്. ബാക്കി കഥ തുടരും. എന്റെ എന്താ പറയാ, എന്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ ഞാനാക്കിയ ഒരു വ്യക്തി, എന്നെ ഞാനാക്കിയ ഒരു വ്യക്തിയാണ് എന്റെ അമ്മാവൻ. അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ ഹൈദരാബാദിൽ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെന്നൈയിൽ വന്നു. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാനും ഇങ്ങോട്ട് പോന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞു. പഠിത്തത്തിനോടൊപ്പം തന്നെ, അപ്പൊ അതൊരു റെഗുലർ കോഴ്സ് അല്ലാത്തതുകൊണ്ട് പഠിത്തത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടി. അപ്പോൾ ആദ്യത്തെ ജോലി ഹൈദരാബാദിൽ എന്താണ്? ടൈപ്പ് റൈറ്റിംഗ്. കുത്തിയിരുന്ന് അടിക്കണം. അതായത് ഈ ഡിപ്ലോമയും കഴിഞ്ഞു വന്നിട്ട് ആദ്യത്തെ ജോലി എനിക്ക് കിട്ടുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആണ്. കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു കമ്പനിയിൽ കുറച്ചും കൂടെ ബെറ്റർ ഇതായിട്ട് കിട്ടി. അങ്ങനെ കുറേശ്ശെ ജോലി ചെയ്ത് ഞാനൊരു കോപ്പർ മാനുഫാക്ചറിങ് കമ്പനിയിൽ 1987 ജോയിൻ ചെയ്തു. അവിടെ മുതലാണ് ഈ കോപ്പർ വയറുമായിട്ടുള്ള എന്റെ ഒരു ബന്ധം. കോപ്പറൊന്നും ഈ കോപ്പർ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും ഇതുവഴി നമ്മുടെ മാർഗരേഖ തെളിയുമെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ കോപ്പറിനും ഒരു ബിഗ് സല്യൂട്ട്. അവിടെ നിന്നാണ് ഞാൻ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഒരു 5 വർഷം അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോലി ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിൽ ഒരു ചേഞ്ചിന് വന്നു. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് ഞാൻ ജോലി ചെയ്ത, ഞാൻ പറഞ്ഞ രമേശ് ചൗധരി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ കമ്പനിയിൽ ഞാൻ 1993 സെപ്റ്റംബർ മാസം ജോയിൻ ചെയ്തു. അന്ന് അവിടെ ഞാൻ സെയിൽസ് മാനേജറായിട്ടാണ് ജോയിൻ ചെയ്തത്. ഈ പറഞ്ഞ കമ്പനിയിൽ എക്കോളൈറ്റ് വയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ 22 വർഷം ജോലി ചെയ്തു. ജനറൽ മാനേജറായിട്ടാണ് അവിടെ ഞാൻ റിസൈൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശ്രേയ ഗ്രൂപ്പ് എന്ന് ഇതിലേക്ക് വന്നത്. എന്റെ വഴിയെ ഒരാളും കൂടി സഹായിക്കേണ്ട പേര് പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അദ്ദേഹത്തെ വിളിച്ചത് കൊണ്ടുവന്നില്ല, പ്രേക്ഷകർ സമ്മതിക്കത്തില്ല. എന്നെ പ്രൊഫഷണലി സഹായിച്ച എന്റെ ഒരു മെന്റർ മിസ്റ്റർ R.C. നായർ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഈ 3 പേരാണ് എന്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ. ഈ തിരക്കിനിടയിൽ
എപ്പോഴായിരുന്നു സാറിന്റെ വിവാഹം? 990 90-ൽ വിവാഹിതനായി. മെയ് മാസം 30-ാം തീയതി. കുട്ടനാട് തന്നെയാണോ? തിരുവല്ല. തിരുവല്ല കുട്ടനാടൊക്കെ തൊട്ടടുത്ത്. വള്ളംകുളം. സാറിന്റെ ഭാര്യയുടെ പേര്? എന്റെ ഭാര്യയുടെ പേര് ശ്രീദേവി. എന്ത് ചെയ്യായിരുന്നു സാറിന്റെ ഭാര്യ ആ സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത്? പഠിക്കായിരുന്നു അല്ലേ? എത്ര നാള് അവിടെ നിന്നു? നാട്ടില് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഹൈദരാബാദിലായിരുന്നുകൊണ്ട് കല്യാണം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞ് നേരെ ഹൈദരാബാദ് വൈഫിനെ കൊണ്ട്. പിന്നെ ഞങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ. മക്കൾ എത്ര പേര്? എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ. അതെ. എന്താണ് മക്കളുടെ പേര്? മൂത്ത മകളുടെ പേര് ശ്രദ്ധ. ഇപ്പൊ ഡോക്ടറാണ്. ഡോക്ടർ ശ്രദ്ധ. അടിപൊളി. ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണ്? മോള് BDS കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ MDS പഠിച്ചോണ്ടിരിക്കണം, മാസ്റ്റേഴ്സ് പഠിച്ചോണ്ടിരിക്കണം. രണ്ടാമത്തെ മകള് ശ്രുതി. ഞങ്ങൾ ഫാമിലി മൊത്തം എസിലാണ്. ശശികുമാർ, ശ്രീദേവി, ശ്രദ്ധ, ശ്രുതി, ശ്രേയസ്. ശ്രേയസ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പേര് വന്നത്? ശ്രേയസ് പേര് വന്നത് അതെന്തുകൊണ്ട് ചോദിച്ചില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 മക്കളുടെ പേര്, ഒന്ന് ശ്രദ്ധ, ഒന്ന് ശ്രുതി. അതെ. പിന്നെ അങ്ങനെ ശ്രേയസ്. ശ്രേയസ് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ പേരാണ്. ശരി. ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. ശ്രേയസ്. ആ പേരാണ് ഇട്ടേക്കണം അല്ലേ? അടിപൊളി. രണ്ടാമത്തെ മകള് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു, പാസ്സായി. കാരുണ്യ യൂണിവേഴ്സിറ്റിയിലെ 3rd റാങ്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞിട്ട് മോളിപ്പോൾ ഇൻഡിഗോയുടെ പൈലറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ നല്ല നിലയിൽ സന്തോഷമായിട്ട് തന്നെ അല്ലേ? അതൊക്കെ നമുക്ക് എന്താ പറയാ, സാറിന്റെ കണ്ണീര് ആനന്ദ കണ്ണീരൊക്കെ വരുന്നുണ്ട്. കാരണം മക്കളെ കുറിച്ച് നല്ല നിലയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഈ സംവിധാനത്തിൽ കൂടെ, ഈ ശ്രേയസ് എന്ന ഈ സംവിധാനത്തിൽ കൂടെ താൻ പാതി ദൈവം പാതി എന്നുള്ള ദൈവം നല്ല മനസ്സുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല സൗഭാഗ്യങ്ങൾ കൊടുക്കാറുണ്ട്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. മരുമകന്റെ പേര് ഹരിശങ്കർ. മരുമകൻ എന്ത് ചെയ്യുന്നു? മരുമകൻ KPMG എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്, ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അതില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതാണ്ടൊരു 25-30 വർഷത്തോളം പല മലയാളി സംഘടനകളിലും പ്രവർത്തിച്ച് പലർക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഹെൽപ്പുകളൊക്കെ വലിയ ക്ലെയിം ഒന്നുമില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. സാറിന്റെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്? ഞങ്ങളുടെ കമ്പനിയുടെ അംഗീകാരങ്ങൾ, ബെസ്റ്റ് സെല്ലർ എന്നുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. ഭാര്യ ബിസിനസ്സിലൊക്കെ സാറിനെ സഹായിക്കാം? പുതിയ ഭാര്യ വൈഫിന്റെ ഒരു പാർട്ണർ കൂടിയാണ്, ലൈഫ് പാർട്ണർ മാത്രമല്ല ബിസിനസ് പാർട്ണർ കൂടിയാണ്. അപ്പൊ നല്ല തീരുമാനങ്ങളും കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാറുണ്ട്. നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പുറത്തു പോകുന്നതും? ഔട്ടിങ്സ് ഉണ്ട്. പിന്നെ അതിന് ഒഴിവ് ദിവസം വേണമെന്നില്ല. ഈവനിങ്സിലും നമ്മളുടെ കമ്പനിയല്ല, അങ്ങനെയല്ല. എനിക്ക് ഫിക്സഡ് ടൈമിങ്സ് ഉണ്ട്. എന്താ പറയാ, 9:30 to 5:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റാഫ് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എണീറ്റ് വെളിയിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ അതിക്കുള്ളിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിക്സഡ് ടൈമിങ്സ് ആണ്. ആ ടൈമിംഗ് അത് കഴിഞ്ഞ് നോ ഓവർ ടൈം. എന്തിനാണ് സാർ ഓവർ ടൈം ചെയ്യുന്നത്? അത് നിങ്ങൾ ആ വിതിൻ ദ ടൈമിൽ നിങ്ങൾ ചെയ്ത് തീർക്കണം. ദാറ്റ് ഈസ് മൈ പോളിസി. അതായത് ഒരു സ്റ്റാഫ് എന്റെ കൂടെ ജോലി ചെയ്യുന്നെങ്കിൽ ആ സ്റ്റാഫിനെ കഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് എന്റെ കടമയാണ്. ഓവർ ഡ്യൂട്ടി ചെയ്യിക്കാതിരിക്കുക. ആ ചെയ്യേണ്ട ഡ്യൂട്ടി ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യുക. ഇതിനകത്തൊരു സൈക്കോളജിയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വർക്ക് ചെയ്യാനായിട്ട് 8 മണിക്കൂർ സമയം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ 8 മണിക്കൂർ സമയം വർക്ക് ചെയ്തതിന് ശേഷം അവനൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിക്ക് ടൈം കൊടുക്കണം. ആ സമയത്ത് ഞാൻ അയാളെ ഇവിടെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഇരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഫുൾ കോൺസെൻട്രേഷൻ വർക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് അവന്റെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഈ ജോലി കഴിഞ്ഞ് ചെന്നിട്ട് വേണം അയാൾക്ക് ചെയ്യാൻ. ആ സമയത്ത് അയാളെ ഇവിടെ വിളിച്ചിരുത്തി ജോലി ചെയ്യിപ്പിക്കുന്ന എന്റെ ധർമ്മമല്ല, ഞാൻ ചെയ്യത്തുമില്ല. അങ്ങനെ ചിലപ്പോൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കുറയും.
ചിലപ്പോൾ വൈൻഡ് ചെയ്യാനൊക്കെ വില തിരിഞ്ഞു പോകും. കാരണം ടെൻഷൻ കംപ്ലീറ്റ് വീട്ടിലല്ല. അപ്പൊ നമ്മളുടെ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യൂല. ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ അത് എല്ലായിടത്തും പ്രാവർത്തികമാകുമെന്ന് തോന്നണില്ലേ സാർ? കാരണം എന്താ പറയാ, അല്ല സാറിന്റെ കാര്യം ഓക്കെയാണ്. പക്ഷെ പലതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഓവർ വർക്ക് തൊഴിലാളികൾക്ക് പോയി നിന്ന് ചെയ്തേ പറ്റുള്ളൂ. എന്റെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ച് എനിക്കത് പറ്റും. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. കാരണം ഒരു ഇൻഡസ്ട്രിയാണ്, ഫാക്ടറിയാണ്, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അത് ആയിരിക്കാം. അല്ലെങ്കിൽ റീറ്റെയിലർ ആണ്, റീറ്റെയിലർ ചിലപ്പം 7 മണി 8 മണി 9 മണി വരെ കസ്റ്റമറെ പ്രതീക്ഷിച്ചിരിക്കും. ഞാൻ ഹോൾസെയിലറാണ്, ഞാൻ ഫാക്ടറി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ സപ്ലൈ ചെയ്യുന്ന ഫാക്ടറി 5:30 ക്ലോസ് ചെയ്യും. പിന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യം ഏറ്റവും ആദ്യം പോയത് ഖത്തറിലാണ്. ദോഹ. ഓ, എന്തിനായിരുന്നു? നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് ചുമ്മാ ബിസിനസ്സുമായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് അവിടെ സപ്ലൈ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നു. 3ാമത് ഒരു പ്രാവശ്യം കൂടെ പോയി. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പോയി അവിടെ ഒരു പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു എന്താ പറയുക, അവരുടെ എൻ്റെ പ്രൊമോട്ടറുടെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് ആ പ്രോജക്റ്റ് അവിടെ സക്സസ് ആയില്ല. അങ്ങനെ 3 പ്രാവശ്യം ഖത്തറിൽ പോയി, ദുബായിൽ പോയിട്ടുണ്ട്, പിന്നെ സിംഗപ്പൂർ. രാജ്യങ്ങളൊക്കെ പോവാ, അടുത്ത സംഭവങ്ങളൊക്കെ അറിയുക അല്ലേ? പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ എനിക്ക് എക്സ്പോർട്ട് ബിസിനസ് ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് അധികം യാത്ര ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ നമ്മള് ഭക്ഷണം ഒക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ആളാണോ? ഏത് ഭക്ഷണമാണ്? ഞാൻ വെജിറ്റേറിയൻ ആണ്. നമ്മുടെ നാട്ടിലെ വെജിറ്റേറിയൻ ആണോ അതോ മലയാള പപ്പടം പഴം പായസം അങ്ങനെയൊന്നുമില്ല. വെജിറ്റേറിയൻ മിക്കവാറും അല്ല. അത് ഇവിടത്തെ ആണോ? ഹൈദരാബാദ് നാടൻ ഫുഡാണ് ഇഷ്ടം. അരി നമ്മുടെ അവിടുത്തെ അരി കുട്ടനാടൻ അരിയാണോ? അല്ല, ഇവിടുത്തെ അരിയാണ്. കഴിക്കും, കുട്ടനാട് കഴിക്കും. അത് കിട്ടണമെന്നില്ല ഇവിടെ. അല്ല, കിട്ടും. ഇവിടെ കേരള സ്റ്റോർ ഉണ്ട്. അത് നമ്മുടെ നാടൻ മട്ട അരി, മട്ട, അത് കിട്ടും. അപ്പൊ നമ്മുടെ കുട്ടനാടൊക്കെ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് പോണ്? നാട് കാണാൻ വേണ്ടി പോണത് എപ്പോഴൊക്കെയാണ്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നാട്ടിലുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിൽ. അവിടെ ചെന്നിട്ടുള്ള പരിപാടി എന്താണ്? ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ കുട്ടനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ പേര് തായങ്കരി ശ്രീ ദുർഗാ ഭഗവതി ദേവി ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കിലാവും. മിക്കവാറും നാട്ടില് ഏറ്റവും കൂടുതൽ ദിവസം നിൽക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവ സമയത്താണ്. അപ്പൊ അങ്ങനെ അതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 2 മാസത്തിലൊരിക്കൽ പോകുമ്പോ 1 ദിവസം 2 ദിവസമൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. വള്ളത്തിലേക്ക് കയറി ബോട്ടിലേക്ക് കയറി പഴയ ഓർമ്മ അല്ലേ? ഇപ്പം വള്ളവും ബോട്ടും ഒക്കെ ഇല്ല, വള്ളമൊക്കെ കുറവാ. തീർന്നു. ഉണ്ട്, എന്നാലും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, ഉണ്ട്. നമ്മൾ കേറുന്ന കുറവാണെന്ന് അതെ. ഇപ്പം ഈ യാത്രാ സൗകര്യങ്ങള് എന്താ പറയാ, റോഡ് മാർഗമുള്ള യാത്രാ സൗകര്യങ്ങൾ വന്നതോടുകൂടി പിന്നെ ഈ വള്ളങ്ങളും ബോട്ടുകളും ഉപയോഗിക്കുന്നത് കുറഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പോൾ നമ്മുടെ ശ്രേയസ് ഗ്രൂപ്പ് ഇനിയും മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ നമുക്ക് 12 സ്റ്റാഫാണ് അല്ലേ? അത് 120 ആകട്ടെ, 1200 ആകട്ടെ, അങ്ങനെ നമ്മളുടെ ഈ അല്ലേ, നമ്മളെ എല്ലാ കമ്പനിക്കാരും, വീഗാർഡ് സ്റ്റെബിലൈസർ കമ്പനിക്കാരെല്ലാവരും ശ്രേയസ് ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഇനി എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ. അപ്പോൾ സാർ ഇത്രയും കഷ്ടപ്പെട്ട് പല വഴിക്ക് ഇവിടെ വന്നിട്ട് നല്ല ബിസിനസ് ചെയ്ത് വിജയിച്ചൊരു സാറാണ്. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന നമ്മുടെ യുവതലമുറക്ക് ഒരു അഡ്വൈസ്, എന്തൊക്കെ വിജയിക്കുക? സത്യസന്ധത, അത്രേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, ആത്മാർത്ഥത. ഇപ്പോ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളാരും, എന്റെ കാര്യം പറയാം, സിൽവർ സ്പൂണും കൊണ്ട് ജനിച്ച ആളൊന്നും അല്ല, വായിൽ വെള്ളിക്കരണ്ടി കൊണ്ട് ജനിച്ച ആൾക്കാരൊന്നും അല്ല. നമ്മള് കഷ്ടപ്പെടുക, നല്ലപോലെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണ്ണക്കരണ്ടി കൊണ്ട് തിന്നാം. അത്രേ ഉള്ളൂ. ബേസിക് പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. കഷ്ടപ്പെടുക, ആത്മാർത്ഥതയോടെ പണി ചെയ്യുക, തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. അപ്പോൾ സത്യസന്ധത, ആത്മാർത്ഥത അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും നമുക്ക് ദൈവം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും, അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ്.
താൻ പാതി ദൈവം ദൈവം പാതി. പാതി. പക്ഷെ ദൈവത്തിന്റെ പാതി കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പാതി നന്നായിരിക്കണം, നമ്മുടെ പാതി നമ്മൾ നന്നായിരിക്കണം. Yes. എന്നാലേ ദൈവം പാതി കൂടി നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം സാറിന്റെ നല്ല നല്ല വിശേഷങ്ങൾ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കണ്ട് ചിരിയോടുകൂടി എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എല്ലാ രീതിയിലുള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞ സാറിന് ഒരിക്കൽ കൂടി ഐക്യൻസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ ഐക്യൻസ് ഓഫ് ഇന്ത്യയുടെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ വിട. ഹരിശ്രീ യൂസഫ്.